ഇന്നിപ്പോൾ ഈ വാർഷികാഘോഷം വയനാട്ടിലാണ്. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിൽ പട്ടികവർഗ വികസന വകുപ്പ് ഭൂരഹിതരായ 123 പട്ടികവർഗ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ മുഖ്യമന്ത്രി കൈമാറുകയും ചെയ്യും. വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാനാണ് നമുക്കിപ്പം ഉള്ളത്. ആഷിഖെ, ഗുഡ് മോർണിംഗ്. ഇന്ന് വയനാട്ടിലാണ്. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ വീട് കൈമാറ്റമാണ്. തീർച്ചയായും സേതു, അങ്ങനെ തന്നെയാണ്. 123 കുടുംബങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഇന്ന് താക്കോൽ കൈമാറുന്നത്. അത് തന്നെയാണ് ഈ ഒരു ഇന്ന് പ്രദർശനമേള നടക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ 4ാം വാർഷികം നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായി പറയാനുള്ളത്. പക്ഷേ അതിനേക്കാൾ വലിയ സന്തോഷം നമുക്കുണ്ട്. അത് ടൗൺഷിപ്പിന്റെ നിർമ്മാണമാണ്. ടൗൺഷിപ്പിന്റെ നിർമ്മാണവും തകൃതിയായി പുരോഗമിക്കുകയാണ്. ഏകദേശം 9 വീടുകളുടെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് SKNG സ്കൂളിലാണ്. ഇവിടെയാണ് പ്രദർശനമേള നടക്കുന്ന ഒരു സ്ഥലം. പ്രധാനപ്പെട്ട സ്കൂളാണ് കൽപ്പറ്റയിലെ. ഇവിടെയാണ് പ്രദർശനമേള നടക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 1:30 മന്ത്രി ഓരക്കൽ നിർവഹിക്കും. വൈകിട്ട് 6:00 പ്രദർശന മേളയുടെ ഉദ്ഘാടനം നടക്കുന്നത്. അങ്ങനെ വിപുലമായ പരിപാടികളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് വയനാട്ടിൽ. പ്രത്യേകിച്ച് ഇന്ന് തുടങ്ങി ഒരാഴ്ച നീളം അത് സംഗീത പരിപാടിയാകട്ടെ, പ്രദർശന മേളകളാകട്ടെ, സെമിനാറുകളാകട്ടെ, ചർച്ചകളടങ്ങിയ നിരവധി പരിപാടികൾ ഉൾക്കൊള്ളുന്നതാണ്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ എത്തുന്നത്. മുഖ്യമന്ത്രി എത്തുന്നത് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ്. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച പരിപാടി ഉള്ളത്. അവിടെ ആദ്യഘട്ടത്തിൽ ഈ പ്രദർശന മേളയുടെ ജില്ലാതല യോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ശേഷം ജില്ലയിലെ പ്രമുഖരായ 500 വ്യക്തികളെ നേരിൽ കണ്ട് മുഖ്യമന്ത്രി അവരുമായി ചർച്ച നടത്തുന്നുണ്ട്. അതിൽ യുവജനങ്ങളുണ്ട്, സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകളുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, വ്യവസായികളുണ്ട്, പ്രവാസികളെ ഉൾപ്പെടെയുള്ള 500 പ്രമുഖരുമായി മുഖ്യമന്ത്രി സംവദിക്കും. ശേഷമാണ് ഈ നേരത്തെ സൂചിപ്പിച്ച 123 കുടുംബങ്ങൾക്ക്, അത് പരൂർക്കുന്ന് പുനരധിവാസ മേഖലയിൽ പട്ടികവർഗ വികസന വകുപ്പ് നിർമ്മിച്ച് നൽകിയതാണ്. 123 കുടുംബങ്ങൾക്കാണ് ഈ താക്കോൽ കൈമാറുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയേണ്ടി വരും. അതിനുശേഷം ഈ നേരത്തെ സൂചിപ്പിച്ച പ്രദർശന വിപണന മേളയുടെ പവലിയൻ അത് ഉച്ചയ്ക്ക് 1:30 ഉദ്ഘാടനം ചെയ്യുക. ശേഷമാണ് വൈകിട്ട് 6:00 ഈ മേളയുടെ ഉദ്ഘാടനം തന്നെ ഈ മന്ത്രി ഓരക്കൽ നിർവഹിക്കുന്നത്. എന്തായാലും വലിയൊരു ആഘോഷമാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് തുടക്കമാണ് ഇന്ന് കുറിക്കുന്നത്. SKNG സ്കൂളിലാണ്. SKNG സ്കൂൾ പറഞ്ഞതുപോലെ കൽപ്പറ്റ നഗരത്തോട് ചേർന്ന ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ്. അവിടേക്കാണ് ഇന്ന് എല്ലാവരും എത്തുന്നത്.